ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അച്ചൂസ് ഡിസൈൻ. ഇന്ന് നമ്മൾ ഒരു മെഷീൻ എംബ്രോയ്ഡറി ക്ലാസ് ആട്ടോ പഠിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് കോട്ടൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ബോട്ടത്തിൻ്റെ ഫാബ്രിക്കാണ്. ഞാനൊരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു കുർത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബോട്ടമാണിത്. അപ്പോൾ ആ ബോട്ടത്തിൻ്റെ കുറച്ച് പോർഷൻ എടുത്ത് നമ്മുടെ ടോപ്പിൻ്റെ യോക്ക് പോർഷനിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫാബ്രിക്കിൻ്റെ ഈ ഒരു ബോട്ടം പാർട്ടിൻ്റെ ഒരു കുറച്ച് ഭാഗത്തേക്ക് ഞാൻ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് അപ്പോൾ എത്രയാണ് മെഷർമെൻ്റ് ഒക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ഇതുപോലെ ഒരു യോക്ക് പോർഷൻ്റെ കുറച്ച് ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അത് എത്രയാണോ നമുക്ക് ആ ലെങ്തും വിഡ്ത്തും ഒക്കെ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ അളവൊന്നും എടുത്തിട്ടില്ല, കാരണം അളവെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ട് ഞാനങ്ങ് എടുക്കുക കേട്ടോ. ഭാഗം ഇങ്ങനെ എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അത്രയും തന്നെ മതിയാവും. ഇതിപ്പോൾ ഒത്തിരി കൂടുതലാണ്. നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു വർക്കായിട്ടോ ഈ ഒരു ഡിസൈനായിട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഞാനിത് ഫ്രീ ഹാൻഡായിട്ട് അങ്ങ് വരയ്ക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ നോക്കിയിട്ട് അതേപോലെ അങ്ങ് വരച്ച് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു പിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത്, നമുക്ക് ആ ഒരു കോളം പോലെ നമ്മൾ വരച്ചതിനകത്തോട്ട് സെൻറ്ററിൽ നോക്കിയിട്ട് ജസ്റ്റ് സെൻറ്ററിലായിട്ട് ഒരു റൗണ്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിനു ചുറ്റിനും നമ്മൾ എന്താ പറയുക, പിന്നെ കുറച്ച് പെറ്റൽസ് പോലെ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് നമ്മൾ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു റൗണ്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ റൗണ്ട് ഇത്തിരി മാറിപ്പോയായിരുന്നു സ്ഥാനം. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് അടുത്തത് കൊടുത്തു. അപ്പോൾ അടുത്ത പെറ്റൽ നമ്മൾ ചെയ്ത് കൊടുത്തു, കണ്ടോ, അടുത്തത് ചെയ്ത് കൊടുത്തു. ഇനി ഇതിനകത്തുകൂടി നമുക്ക് കുറച്ച് ലീഫുകളൊക്കെ പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ലീഫുകൾ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ലീഫുകൾ അതിൻ്റെ 4 സൈഡിലേക്കും നമ്മൾ വരച്ച് കൊടുക്കുക കേട്ടോ. ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ട്രേസ് ചെയ്യാനായിട്ട് ഇത് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ അറിയാൻ വയ്യാത്തവർ ട്രേസ് ചെയ്യുക. കാരണം ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്തിട്ട് നമ്മളൊരു മൊബൈൽ ആപ്പ് വഴി നമ്മൾ ട്രേസ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ അത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ ഡിസൈൻസോ എന്ത് നിക്ക് ഡിസൈൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രേസ് ചെയ്ത് വരച്ചെടുക്കാവുന്നതാണ് കേട്ടോ, വരയ്ക്കാൻ അറിയാൻ വയ്യാത്തവരെ. അപ്പോൾ നോക്ക്, ഞാനിപ്പോൾ അടുത്ത ഒരു ഫ്ലവറും കൂടെ ഒന്ന് വരയ്ക്കണം. സെയിം പോലെ അതിനേക്കാളും ഇത്തിരി ചെറിയ ഫ്ലവറാണ് കേട്ടോ വരയ്ക്കുന്നത്. ഇത്തിരി വലുതും ഇത്തിരി ചെറുതുമാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പം ഇനിയും അതിന് കുറച്ച് ലീഫും നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 2 സൈഡിലേക്കും ലീഫുകൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ 4 സൈഡിലേക്കും നമുക്ക് ലീഫ് എവിടെയൊക്കെ വരണോ അവിടെയൊക്കെ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ ഒരു ചോക്ക് വെച്ച് ഇച്ചിരി ഡാർക്കാക്കി വരച്ച് കൊടുക്കാൻ പോവാം കേട്ടോ. ഈ ഒരു ചോക്ക് യൂസ് ചെയ്തുകൊണ്ട് ഇച്ചിരി ഡാർക്കാക്കിയിട്ട് വരച്ച്, ഇതൊരു മെഴുകിൻ്റെ ഒരു ചോക്കാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ പടന്നൊന്നും പോകത്തില്ല. പിന്നെ നമുക്ക് വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ഒന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ആ ഒരു കളറൊക്കെ അങ്ങോട്ട് മങ്ങിപ്പൊയ്ക്കോളും. അപ്പോൾ ഇതൊരു മെഴുക് പോലത്തെ ഒരു ചോക്കാണ് കേട്ടോ. ഇത് നമുക്ക് ഈ മെറ്റീരിയൽസൊക്കെ കിട്ടുന്ന എംബ്രോയ്ഡറി മെറ്റീരിയൽസൊക്കെ കിട്ടുന്ന ഷോപ്പുകളിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി അടുത്തത് നമ്മളുടെ ഡിസൈൻസ് നമ്മൾ ചെയ്ത് കൊടുക്കുക, വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ അറിയാൻ വയ്യാത്തവർ ആ ഒരു ആപ്പ് നോക്കിയിട്ട് ആപ്പിൽ എങ്ങനെയാണോ ചെയ്യേണ്ടത്, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് മെഷീൻ എംബ്രോയ്ഡറി മാത്രമല്ല, ഇത് ഹാൻഡ് എംബ്രോയ്ഡറിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഹാൻഡ് എംബ്രോയ്ഡറിയിൽ നമുക്ക് സാറ്റിൻ സ്റ്റിച്ച്, അല്ലെങ്കിൽ നമുക്കിതിനകത്ത് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച്, അങ്ങനെ എന്ത് സ്റ്റിച്ചസ് ആണെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഫ്രെയിമിൽ വെച്ചിട്ട് ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ മതി. ഇതാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ ഒരു ഫ്ലവർ പെറ്റൽസിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് ഇതുപോലെ നമ്മൾ ഒരു ഫ്ലവേഴ്സിനൊക്കെ ഉണ്ടാവത്തില്ലേ, ഇതേപോലത്തെ ചെറിയ ചെറിയ ഒരു കളർ വേരിയേഷൻസ് പോലെ ഉണ്ടാവും. അപ്പോൾ ആ ഭാഗം കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫ്രെയിമിലേക്ക് തുണി വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അരികെ മറ്റൊരു തുണിയുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ചെറിയ ഫ്രെയിമിലൊക്കെ വെക്കുന്നെങ്കിൽ നമുക്കിങ്ങനെ തന്നെ ചെയ്താൽ മതിയാവും. നമ്മളിപ്പോൾ അത്യാവശ്യം വലിയ ഫ്ലവറൊക്കെയാണ് വരച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് ഇത്തിരി വലിയ ഫ്രെയിമിൽ വെക്കണം. അപ്പോൾ അതുകൊണ്ട് സൈഡിലൊക്കെ നമുക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ മെറ്റീരിയൽ എല്ലാം ഫിക്സ് ചെയ്ത് കൊടുത്തു.
ഇനി ഞാൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമ്മുടെ ആ പെറ്റൽസിൻ്റെ ആ ഒരു ലൈൻ നമ്മൾ വരച്ചിരിക്കുന്ന അത്രയും പോർഷൻസ് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ടോപ്പിൻ്റെ കളർ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ, ഒരു സ്കൈ ബ്ലൂവിൻ്റെ ഡാർക്ക് കളറാണ്. അപ്പോൾ അത് ആ ഒരു ത്രെഡിൽ വെച്ചിട്ട് തന്നെ ഞാനങ്ങ് അതിൻ്റെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നോക്ക് അതിൻ്റെ ആ ഒരു അറ്റം, അതായത് നമ്മുടെ അരിക് ആ ബോർഡർ ഭാഗം മാത്രം നമ്മൾ നമ്മുടെ ഈ ഒരു മെഷീൻ എംബ്രോയ്ഡറി യൂസ് ചെയ്തുകൊണ്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് സാറ്റിൻ സ്റ്റിച്ചൊക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്ക് മെഷീൻ എംബ്രോയ്ഡറി അല്ല, ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ക്ലാസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ സ്റ്റിച്ചസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഡിസൈൻസൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. മെഷീൻ എംബ്രോയ്ഡറി അല്ലാണ്ട് ഹാൻഡ് എംബ്രോയ്ഡറി തന്നെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയും ക്ലാസ്സുകളൊക്കെ പഠിക്കാനൊന്ന് ആഗ്രഹമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആണ്. ബേസിക് ഹാൻഡ് എംബ്രോയ്ഡറിയും അതുപോലെ അരി വർക്കിൻ്റെ ക്ലാസ്സും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പഠിക്കാൻ ചേരാൻ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബിൽ ഞാൻ കുറേ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വരുന്നുണ്ട് ക്ലാസ്സുകളൊക്കെ. അപ്പോൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ. 1 by 1 ആയിട്ട് ഓരോന്നും വ്യക്തമായിട്ട് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പെറ്റൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പെറ്റൽസും കൂടെ നമുക്ക് ഇതേപോലെ തന്നെ സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ മെഷീൻ എംബ്രോയ്ഡറി വെച്ചിട്ടാണെങ്കിൽ സ്റ്റിച്ചസൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും. നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറി പോലെ ഇത്തിരി താമസമൊന്നും വരുത്തൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ ഫ്രെയിമിൽ തുണി നമ്മൾ വരച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഫിക്സ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ തുണി ഇത്രയും അങ്ങോട്ട് വലിഞ്ഞൊക്കെ ഇരിക്കും. അപ്പം നമുക്ക് നമ്മൾ വരച്ച പിക്കിനേക്കാളിലും ഇത്തരം കൂടെ ഒരു വലിച്ചിൽ പോലെ നമുക്ക് ഉണ്ടാവും. നമ്മളത് ഫ്രെയിമിനകത്ത് ഫിക്സ് ചെയ്ത് വെക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല. അതിൻ്റെ മുകളിൽ കൂടെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ആ സെൻറ്ററിലുള്ള ആ ഒരു പോർഷൻസൊക്കെയാണ് നമ്മളത് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിയുള്ള പോർഷൻസൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കണം. ബോർഡർ ലൈൻ മാത്രം ഞാൻ കൊടുക്കുന്നുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തൊക്കെ വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ അങ്ങനെ അകത്തോട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. ഏകദേശം ഒരു 2 സൈസിലായിട്ടിട്ടാണ് ഞാനിപ്പോൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മെഷീൻ എംബ്രോയ്ഡറിയിൽ സൈസ് 2ലായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് എന്താ പറയുക, ഇത് വലിയ സൈസിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. 5ലേക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇച്ചിരി കൂടെ വലുതായിട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ പെറ്റൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തിരി കൂടെ വലുതായിട്ടൊക്കെ നമുക്ക് കിട്ടും. പിന്നെ അകത്തൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഫ്ലവർ ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ സെൻറ്ററിലത്തെ ആ ഒരു നമ്മൾ ജസ്റ്റ് പോയിൻ്റ് പോലെ ഒരു പെറ്റൽസിൻ്റെ ആ സെൻട്രൽ ഭാഗത്ത് ചെയ്ത് കൊടുത്തില്ലേ, അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് അതായത് ഇതേപോലെ 3 ലൈൻസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ റണ്ണിങ് സ്റ്റിച്ച് അങ്ങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. റണ്ണിങ് സ്റ്റിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ മുകളിൽ കൂടി 2 3 പ്രാവശ്യം റണ്ണിങ് സ്റ്റിച്ച് ജസ്റ്റ് ഓടിച്ചിട്ട് കൊടുക്കുക. അടുത്ത ഭാഗത്തും റണ്ണിങ് സ്റ്റിച്ച് ഓടിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത്രയും ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ അടുത്ത പോർഷനും കൂടെ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫ്ലവർ ഓക്കെ ആവും. പിന്നെ നമുക്ക് ലീഫ് മാത്രമാണ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അത്രയും ചെയ്ത് കൊടുത്തു. 4 സൈഡിലേക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ലീഫ് ചെയ്ത് കൊടുക്കുക. ലീഫ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സാറ്റിൻ സ്റ്റിച്ച് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ടാണെങ്കിൽ ഇപ്പം നമ്മൾ ആ ഒരു ബോർഡർ ഭാഗം എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ.
മെഷീൻ എംബ്രോയ്ഡറി ഇനി മെഷീനൊന്നും ഇല്ലാത്ത ആൾക്കാർ നിങ്ങൾ വിഷമിക്കേണ്ട. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സാറ്റിൻ സ്റ്റിച്ചുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ സ്റ്റിച്ചസൊക്കെ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ തുടർച്ചയായിട്ട് കാണുന്നവർക്കേ അറിയത്തുള്ളൂ ഞാൻ എന്തൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം നിങ്ങളത് കാണാത്ത പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അത് പ്ലേലിസ്റ്റിൽ നമ്മൾ എംബ്രോയ്ഡറി ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ട് ബേസിക് ക്ലാസ്സിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ആദ്യം മുതലുള്ള വീഡിയോസ് കണ്ടു നോക്കുക. ആദ്യം മുതലുള്ള വീഡിയോസ് കണ്ടെങ്കിലേ അത് യൂസ്ഫുൾ ആവത്തുള്ളൂ. അപ്പം ഞാൻ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളിരുന്ന് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനും പറ്റും. ഇതിന് അത്യാവശ്യം നല്ല ഹാർഡ് വർക്കാണ് അത്യാവശ്യം. നമ്മളിപ്പോൾ ഈ മെഷീൻ എംബ്രോയ്ഡറിക്കാണെങ്കിലും അതുപോലെ ഹാൻഡ് എംബ്രോയ്ഡറിക്കാണെങ്കിലും നമ്മൾ അത്യാവശ്യം നല്ലോണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഒരു പ്രാവശ്യം ചെയ്തിട്ട് പിന്നെ നമുക്ക് മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാലൊന്നും നമുക്ക് പിന്നെ ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് മടിയൊന്നും ഇല്ലാണ്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ടാവും. നമ്മൾ മെഷീൻ എംബ്രോയ്ഡറി ആണെങ്കിലും ഹാൻഡ് എംബ്രോയ്ഡറി ആണെങ്കിലും ആരി വർക്ക് ആണെങ്കിലും എല്ലാം നമുക്ക് ആദ്യം കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളത് പ്രാക്ടീസ് തുടർച്ചയായിട്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആ ഒരു പ്രയാസം ഇല്ലാണ്ടാവും. പെട്ടെന്ന് നമുക്ക് സ്പീഡിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. മനസ്സിലായോ? അപ്പോൾ നമ്മളിവിടെ ലീഫൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലീഫ് കൊടുത്തിട്ടുണ്ട്, അതിനടുത്ത ലീഫുകളും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഫ്ലവറും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബീഡ്സ് വർക്കോ ത്രെഡ് വർക്കോ ബീഡ്സ് വർക്കോ സീക്വൻസ് വർക്കോ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇനിയിപ്പോൾ അതിനും കൂടെ ഉള്ള ഒരു ടൈം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ യോക്കിൻ്റെ പോർഷൻ ഞാൻ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാട്ടോ വരുന്നത് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ അമ്മമാർക്കൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് യോക്കിൻ്റെ പോർഷനിലാണ് കേട്ടോ ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. പിന്നെ എന്താ പറയുക, സീക്വൻസൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓപ്ഷനിലാണ്. അങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കണമെന്നൊന്നും ഇല്ല. ഞാൻ പിന്നെ ഇവിടെ ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ. ജസ്റ്റ് ആ ഫ്ലവറും ലീഫുകളും മാത്രമേ ഞാൻ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ സ്ക്വയർ നെക്കാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. റൗണ്ട് നെക്കല്ല, സ്ക്വയർ നെക്കാണ്. അപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇനി സ്റ്റിച്ചിങ് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്